നമ്മുടെ അനന്തോത്സവത്തിൽ ഒരുപാട് അതിഥികൾ വന്നുപോയി. നമുക്കറിയാം, ഒരുപാട് സിനിമ നടന്മാർ, രാഷ്ട്രീയ പ്രവർത്തകർ, അങ്ങനെ ഒരുപാട് പേര് കടന്നുപോയി. ഇന്നിപ്പോൾ നമുക്ക് അനന്തോത്സവത്തിൽ നമുക്കിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്കെല്ലാം സുപരിചിതമായ 3 മുഖങ്ങളാണ്. ഈ സീരിയൽ രംഗത്തൂടെ എല്ലാം മലയാളികൾക്കെല്ലാം സുപരിചിതരായ 3 സുന്ദരികൾ. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. എനിക്ക് എല്ലാവരെയും അറിയാം. നമ്മുടെ കൗമുദി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എല്ലാ ഡീറ്റെയിലും ഒന്ന് ചോദിച്ചിട്ടേ വിടുകയുള്ളൂ. നമ്മൾ സ്നേഹ പാർവതി വൃന്ദമാ ആണ് വന്നിരിക്കുന്നത്. എൻ്റെ കലോത്സവം രംഗത്തു നിന്നായിരിക്കുമല്ലോ, എന്തായാലും വേദി നിന്നായിരിക്കുമല്ലോ നിങ്ങളെല്ലാം ക്യാമറയ്ക്ക് മുൻപിൽ എത്തിയത് അല്ലേ? ഇന്നിങ്ങനെ ഇതിലെല്ലാം ചുറ്റിക്കറങ്ങി കണ്ടു നമ്മുടെ പുതിയ പുതിയ കൊച്ച് കലാകാരികളും കലാകാരന്മാരുടെയും കഴിവുകൾ. അപ്പോൾ തീർച്ചയായും ഓർമ്മകൾ പഴയതിലേക്ക് പോയോ? ശരിക്കും പോയി. എങ്ങനെയായിരുന്നു ഈ കലാരംഗത്തേക്കുള്ള തുടക്കം? എന്തായാലും യൂത്ത് ഫെസ്റ്റിവൽ എന്ന് തന്നെ പറയാം. കാരണം പുറത്ത് എൻ്റെ മുഖം ആദ്യമായിട്ട് ആൾക്കാർ കാണുന്നത് പത്രത്തിൽ കൂടെ, അല്ലെങ്കിൽ അത്തരം സാഹചര്യം ഉണ്ടാക്കിയത് യൂത്ത് ഫെസ്റ്റിവൽ തന്നെയാണ്. പിന്നെ ഒരിക്കലും നമ്മളൊരു കോമ്പറ്റീഷന് വേണ്ടിയിട്ടല്ലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. കഥകളി, ഓട്ടംതുള്ളൽ. കഥകളി 5 വയസ്സിൽ തുടങ്ങി, ഓട്ടംതുള്ളൽ ഒരു 8 വയസ്സായപ്പോഴേക്കും തുടങ്ങി. പിന്നെ ഡാൻസ് ഐറ്റംസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം മത്സരിച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര നൊസ്റ്റാൾജിക്കാണ്. ഇപ്പോഴും സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ന്യൂസുകൾ വരുമ്പോൾ അമ്മ പറയും, ഓ വലുതാണ്ടായിരുന്നു, പോവായിരുന്നു എന്ന് പറയും. അത്രയും ഇൻട്രസ്റ്റഡ് ആണ്. പാർവതിയുടെ കാര്യത്തിലോ? ഞാൻ പ്രൊഫഷണലായിട്ട് പഠിച്ചിട്ടില്ല. ക്ലാസിക്കൽ സിനിമാറ്റിക് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് സ്കൂളിലൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്, സ്റ്റേജിലൊക്കെ. അങ്ങനെ ഒരു ഇതുണ്ട്. അല്ലാതെ വേറെ ക്ലാസിക്കലൊന്നും അങ്ങനെ പഠിച്ചിട്ടില്ല. സ്റ്റേജ് ഷോ അങ്ങനെ ഞാൻ ഒരുപാടൊന്നും ചെയ്തിട്ടില്ല. സ്കൂളിൽ സ്റ്റേജിൽ ചെയ്തിട്ടുള്ളതല്ലാതെ. വേദിയിലുള്ള അവിടുന്ന് കണ്ടാണോ ഈ പിന്നെ സീരിയൽ രംഗത്തേക്ക് വരുന്നത് അല്ലേ? വൃന്ദയോ? ഞാനും 7th വരെ കലോത്സവ വേദി തന്നെയായിരുന്നു. അവിടെ നിന്ന് പിന്നീട് ട്രഡീഷണലായിട്ട് പഠിക്കണം എന്ന് വെച്ചാൽ കലാമണ്ഡലത്തിലായിരുന്നു. പിന്നെ അവിടെ കോഴ്സ് കഴിഞ്ഞ് +2 കഴിഞ്ഞു. പിന്നെ ഡിഗ്രി കഴിയുമ്പോൾ ഭരതനാട്യം തന്നെയാണ്. ഇപ്പോൾ ഡാൻസ് തന്നെ MPhil ചെയ്യണം MG യൂണിവേഴ്സിറ്റിയിൽ. ഞാനില്ല, സീരിയൽസ് ആണ് ഇപ്പോൾ കൂടുതലും ആങ്കറിംഗ് ആണ് ചെയ്യുന്നത്. പിന്നെ എന്തായിരുന്നു ആദ്യം ചെയ്തത്? കഥകളി, ഓട്ടംതുള്ളൽ, ഡാൻസ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പഠിച്ചത് തിയേറ്ററാണ്. MA തിയേറ്റർ, MPhil പെർഫോമിംഗ് ആർട്സ്, അങ്ങനെയാണ് ചെയ്തത്. അപ്പം ആ സമയത്ത് നാടകങ്ങൾ ചെയ്തിരുന്നു. നാടകങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഛായാമുഖി എന്ന് പറയുന്ന നാടകം ചെയ്യുന്നത്, ലാലേട്ടനും മുകേഷ് ഏട്ടനും കൂടി. അതിനുശേഷമാണ് മറിമായം എന്ന് പറയുന്ന ഷോ എനിക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് പിന്നെ സിനിമകളും. അപ്പൊ പാർവതി പാട്ട് അല്ലേ പാടൂലേ? പാട്ട് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് വേണ്ടി സ്നേഹ ചേച്ചി പക്ഷേ ഈ ഉള്ള ഇടയ്ക്ക് പറഞ്ഞ പാട്ടേ പറ്റുള്ളൂ. അതെനിക്കറിയാം. അത് ഞാൻ ലാസ്റ്റ് അതിലേക്ക് വരാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. നമുക്ക് മറ്റേ ഓട്ടംതുള്ളലിന്റെ അന്ന് നമ്മൾ ഒരു ഷോയിലുണ്ടായിരുന്നു, അതുപോലത്തെ ഒരു സാധനം. ഇവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? എന്താ എങ്ങനെ? അത് നവരസങ്ങൾ ചെയ്താൽ മതിയോ? എന്നാലും മതി. പച്ചാളം ബാസിയുടെ ആണ്. ഞങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചത് അല്ല, നവരസങ്ങൾ പാർവതിക്കും വൃന്ദയ്ക്കും ഒക്കെ കിട്ടൂലേ? നല്ല ആർട്ടിസ്റ്റുകളെ നിങ്ങൾക്ക് കിട്ടുമോ? അത് ശൃംഗാരം. ഹാസ്യം. കഥകളിയിൽ ഇങ്ങനില്ലല്ലോ. അല്ല, അതല്ലേ ഞാൻ മറ്റേ ശൃംഗാരത്തിന്റെ മറ്റേ ഇങ്ങനെ അതല്ലേ? ഞാനിത് പഠിക്കട്ടെ. രൗദ്രം. വീരം.
ഭീബത്സം. ഭയാനകം. അത്ഭുതം. ശാന്തം. അല്ല, അപ്പൊ ഇതില് പ്ലസ് കൈയുടെ ആക്ഷനും ഉണ്ടല്ലേ? നമ്മൾ ബേസിക് പഠിക്കുമ്പോൾ ഇപ്പം ഇത് കിട്ടാൻ വേണ്ടിട്ടുള്ള കിട്ടാൻ സപ്പോർട്ട് വേണ്ടിയിട്ട് അതെ അത്രേ ഉള്ളൂ. മെയിൻ സംഭവം എന്ന് പറയുന്നത് ഫേസിൽ തന്നെയാണ്. ഫേസും പിന്നെ കാര്യം ഓരോ മീൻസ് രസങ്ങൾ ചെയ്യുമ്പം അതിന് നമ്മൾ എന്താണോ ലിറിക്സിനനുസരിച്ചാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ആ ലിറിക്സ് നമ്മൾ മുദ്രകളിലൂടെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അപ്പോഴാണ് ഓരോ രസത്തിനും ഓരോ മുദ്രകൾ വഴി എന്തായാലും വൃന്ദയ്ക്ക് കാണിക്കാൻ കിട്ടും കേട്ടോ. അതായത് അറിയില്ലെങ്കിൽ അങ്ങനെ പറയില്ലേ? ഇപ്പൊ ചേച്ചി ചെയ്തത് കഥകളിയാണ്. അപ്പൊ ഞാൻ ഡാൻസിന്റെ നവരസം ചെയ്യാം. കാര്യം ഡാൻസിലാകുമ്പോ കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെയുണ്ട് കാരണം മോഹിനിയാട്ടമൊക്കെ ആണെങ്കിൽ ഭയങ്കര ലാസ്യമാണ്. ഇത് ചോദിക്കുമല്ലോ ഇനി എനിക്ക് തടി ഇതൊക്കെ അറിയാതാണ് ഇവിടെ ഇറങ്ങിയിരിക്കുന്നത്. അല്ല, എന്നാലും നമ്മൾ അങ്ങനത്തെ നിങ്ങളുടെ ഈ ഇതിന്റെ മുമ്പിലൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ സ്ക്രിപ്റ്റ് കിട്ടുമ്പം എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഡയലോഗ് പറയുന്ന പോലെ അല്ലല്ലോ അത് കാണും. ഞാനും ഭരതനാട്യവും മോഹിനിയാട്ടമാണ് കൂടുതലും ചെയ്യാറ്. അപ്പൊ അതിന്റെ നവരസം ചെയ്യാം. ശൃംഗാരം, ഹാസ്യം, കരുണ, രൗദ്ര, വീര, ഭയാനകം, ഭീബത്സ, അത്ഭുതം, ശാന്തം. വളരെ സന്തോഷം 3 പേരെയും കണ്ടതിൽ. എല്ലാവർക്കും 2016 എല്ലാവർക്കും നല്ല നല്ല വർക്കുകൾ വന്ന് നല്ല നല്ല നേട്ടങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. കാര്യം ഇതുപോലെ വീണ്ടും നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ കണ്ടുകൊണ്ടിരണം. അതാണ്. അപ്പം വളരെ സന്തോഷം വന്നതിനും സഹകരിച്ചു. സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ കായംകുളത്തെ കുട്ടികളാണ് ഈ നിൽക്കുന്നത്. ഇവരുടെ വേഷവിധാനം തന്നെ കാണുമ്പോൾ വളരെ കളർഫുള്ളാണല്ലേ. അതുപോലെ തന്നെ അവരുടെ പ്രോഗ്രാമും വളരെ മനോഹരമായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ഇവരുടെ സംഘ നൃത്തം, സംഘഗാനം ഒറ്റയ്ക്ക് ആലപിച്ച ആളെന്ന് പറയുന്നത് പോലെയല്ല, ഗ്രൂപ്പ് ഡാൻസ് ആണ്. ഗ്രൂപ്പ് ഡാൻസ് നമ്മുടെ കൗമുദി TV പ്രേക്ഷകർക്ക് വേണ്ടി ആനന്ദോത്സവത്തിലൂടെ ഭാരതം 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 എൻ്റെ ഭാരതം സത്യമാണ് ഭാരതം സമത്വമാർന്ന ഭാരതം
സത്യമാണ് ഭാരതം, സമത്വമാർന്ന ഭാരതം, സോദരങ്ങളായെന്നും ഒന്നു ചേർന്ന് അണിയണിയാൻ ഒരമ്മ പെറ്റ മക്ക ചേർന്ന ഭാരതം. ഭാരതം 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 എന്റെ ഭാരതം. ഭാരതം ഭാരതം ഭാരതം. സെൻറ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂൾ കാലിക്കറ്റ് ഒരുക്കുന്ന സംഘനൃത്തം ഗ്രൂപ്പ് ഡാൻസ് ആണ് ഇനി അനന്തോത്സവത്തിൽ. നാലാളു കണ്ടാൽ നാണക്കേടല്ലേ, ഇല്ലാത്ത വീട്ടിലെ കുഞ്ഞല്ലോ. പോയി വരു മകനെ സമ്മാനിതന, തിരികെ വിളിക്കാനേ അമ്മ വരാ. വെയിൽ മങ്ങി നേരം പോയ നേരം നെഞ്ചോടു ചേർത്ത സമ്മാനവുമായി അമ്മ തൻ കൈ തൂങ്ങിപ്പോയിടവേ. വിജന വീതിയിൽ പതിയിരിപ്പൂ കളവു ചെയ്യും കൂട്ടങ്ങൾ. അമ്മ തൻ തലയിൽ ആഞ്ഞടിച്ചു അവർ സ്വർണ്ണാഭരണം കവർന്നിടവേ. വാവിട്ടു കരയുന്ന കുഞ്ഞിന്മേനയിൽ തിളങ്ങും സ്വർണം കണ്ടു അവർ. വാപ്പത്തി കുഞ്ഞിൻ കരച്ചിലടക്കാൻ സ്വർണ്ണപ്രഭയിൽ ഭ്രമിച്ചവര്. കൺമുന്നിൽ കുഞ്ഞു പിടയുന്നു, ശ്വാസമെടുക്കാനാവാതെ ചലനം നിലച്ചു, കണ്ണുകൾ തുറിച്ചു. അമ്മ തൻ മുന്നിൽ മരണം പൂണ്ടു. 56ാമത് സ്കൂൾ കലോത്സവത്തിൻ്റെ കൊടിയിറങ്ങാൻ ഇനി ഒരു ദിവസം കൂടിയുള്ളൂ ബാക്കി. അനന്തപുരിയുടെ രാപ്പകലുകളെ കലയുടെ ആഹ്ലാദത്തിൽ ആറാടിച്ച നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചു കുരുന്ന് കലാപ്രതിഭകൾ താൽക്കാലികമായി തലസ്ഥാന നഗരിയോട് നാളെ വിടവാങ്ങും. പക്ഷേ നമ്മൾ നാളെ അനന്തോത്സവത്തിലൂടെ വീണ്ടും കാണും. അതുവരേക്കും ബൈ. Tagadina, tagida, tagida, tagida. ജലം ജലം ജീവജലം. ഓംകാരനാദം ഓം നമഃ ശിവായ ശിവായ ഓം നമഃ ശിവായ ശിവായ ഓം നമഃ ശിവായ.